ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള നേതാക്കളുണ്ട്. സമുദായ നേതാക്കളുണ്ട്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അല്ലേ? പല മേഖലകളിലുള്ള ഓരോ നേതാക്കളുണ്ടാവും. നമ്മുടെ ഈ വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ പരമോന്നത പുരസ്കാരമായ പത്മഭൂഷണൊക്കെ കിട്ടി. ഓക്കെ, പക്ഷെ കുറച്ചായിട്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ ചില കോണുകളിൽ നിന്ന് ചില ആൾക്കാർ അദ്ദേഹം വളരെ മോശമായ ഒരു പേഴ്സണാലിറ്റി ആണെന്ന രീതിയിൽ ചാപ്പ കുത്താൻ വേണ്ടി ചില ആൾക്കാർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഈയവർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത വലിയൊരു മനുഷ്യനാണ്. നമുക്കറിയാം, ശ്രീനാരായണ കോളേജ്, അതുപോലെ ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള പല അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതെന്നല്ല, ആദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്ത് തുടർന്നുകൊണ്ടേ പോകുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ ചില സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മാത്രമാണ് ഇങ്ങനെ സാമുദായികപരമായി സംസാരിക്കുന്നത് എന്ന രീതിയിലേക്ക് ആക്കി വെക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു പ്രവൃത്തിയല്ല. ഇത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹിമവൽ ഭദ്രാനന്ദ അഥവാ തോക്ക് സ്വാമി, പണ്ടൊരു തോക്ക് കൊടുത്തിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായ നമ്മൾ ഹിമവൽ ഭദ്രാനന്ദ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ബാക്ക് ടു ബാക്ക് അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് വെള്ളാപ്പള്ളിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ, പല മേഖലയിൽ നിന്നുള്ള, അദ്ദേഹം ഒരുപാട് ആൾക്കാരെ അടിച്ചൊതുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവഹേളിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഫാക്ട് ചെക്കാണ്. ഇതിൽ എത്രത്തോളം ഇവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം കാര്യമുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയാമെന്നുള്ള സോക്കോൾഡ് ധാർഷ്ട്യമുള്ള ചില ആൾക്കാരുണ്ട്. അതാണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഹിമവൽ ഭദ്രാനന്ദയുടെ ലേറ്റസ്റ്റ് ഒരു വാർത്താ സമ്മേളനം ഉണ്ടെന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. അതൊരു ഐഡിയ. ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പത്മവിഭൂഷൺ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പെരും കള്ളന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്ത ചരിത്രം ആര് നേടി? BJP നേടി. എന്താണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ? അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ വികട ഗുരു ഇയാളെ അല്ല ആദ്യം പിടിക്കേണ്ടത്, ആ KL അശോകൻ എന്ന് പറയുന്ന ആളെ കൂടെ പിടിക്കണം. പോലീസ് FIR ഇട്ടിട്ട് ഇവിടെ നമ്മുടെ 112 FIR നമ്പർ, ഈ FIR നമ്പർ ഇട്ടിട്ട് ഇതുവരെ FIR-ൽ ഇട്ടിട്ട പ്രതിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഇയാളുടെ പേരിലുള്ള ഒരു കേസുകളും ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് പ്രഷർ കൊടുത്തോണ്ട് വിജിലൻസിൽ ഒരു സംഭവം വന്നു. ഒരിക്കലും ഇദ്ദേഹം പറയുന്നത് നമുക്ക് മുഖവിലക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇയാൾ പറയുന്നത് പോലെ ഇത്രയും കേസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഒരു നിയമ സംവിധാനം എന്ന് വെച്ചാൽ ആരുടെ പേരിലായാലും കേസ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ FIR ഇടാനോ ഒരു തടസ്സവും ഇല്ല. അദ്ദേഹത്തെ ചിലപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹം പ്രായാധികം കൊണ്ടും അവശത കൊണ്ടും 90 വയസ്സുള്ള ആളല്ലേ, അയാൾ അവിടെ വീട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേസെടുക്കാനും FIR ലോഡ് ചെയ്യാനൊന്നും കേരളത്തിൽ ഒരു വിഷയമില്ല. അത് ഏത് മന്ത്രിമാർക്കെതിരെ വരെ FIR ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രബുദ്ധമായ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഒന്നാമത്തെ പോയിന്റ് തന്നെ. ഫാക്ട് ചെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസിലെങ്കിലും FIR എടുക്കാനായിട്ടാണെന്നും ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ തന്നെ ഈ പ്രസ് ക്ലബിൽ എത്രയോ പ്രാവശ്യം നമ്മൾ വെള്ളാപ്പള്ളിയെ പറ്റി സംസാരിച്ചു. അപ്പം ഇവിടെ കേന്ദ്രത്തിന്റെ സഹായവും സംസ്ഥാനത്തിന്റെ സഹായവും ഒരുപോലെ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഈ പല പൊളിറ്റീഷ്യൻസിനും അദ്ദേഹവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ അടുത്ത ബന്ധം വെച്ചിട്ട്
ശ്രീനാരായണ ഗുരുദേവന്റെ പേരും പറഞ്ഞ് ഈ പാവപ്പെട്ടവരുടെ ഈഴവരുടെ ആമാശയത്തിനകത്ത് കൈയിട്ട് വാരി ഈ മകനെ കേന്ദ്രത്തിൽ വെച്ചിട്ട് പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഒരു തെറ്റാണോ? അല്ലെങ്കിൽ അതങ്ങനെ ഒരു കുറ്റം പറയേണ്ട ഒരു കാര്യമാണോ? പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്? പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധമില്ലാത്ത ഏത് സാമുദായിക നേതാവാണ്, അല്ലെങ്കിൽ ഏത് സോ കോൾഡ് പിന്നെ സമുദായത്തിലുള്ള ആൾക്കാർക്കാണ് ബന്ധമില്ലാത്തത്? സമസ്തക്കില്ലേ? RSSനില്ലേ? അപ്പോൾ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മാത്രം പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധം ഉണ്ടായിക്കൂടാ? ഇതുപോലെ തന്നെ ഇതേപോലെ ആരോപണമാണ് പിണറായി വിജയൻ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്തോ നമ്മുടെ വിഷപ്പാമ്പ് സർപ്പത്തിനേറ്റം കയറ്റിയ പോലത്തെ വർത്താനാണ് ജനങ്ങൾ പറഞ്ഞ് പരത്തിയത് അല്ലേ? വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റി എന്തോ രഹസ്യം പറഞ്ഞു, അതുകൊണ്ട് പിണറായിയെ തോപ്പിക്കണം എന്നുള്ളൊരു അജണ്ട കേട്ടിരുന്നു. ഇങ്ങനെ ഒരു വാർത്താ സമയത്തും കേട്ടിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമില്ലാത്ത ഏത് സാമുദായിക നേതാവാണ് ഇന്ന് കേരളത്തിലുള്ളത്? ഇയാൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരാളെ, സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളെ അവഹേളിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കണ്ടേ. ഇത് ഇപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യമാണ് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമില്ലാത്ത ആരാ ഉള്ളത്? അതൊരു തെറ്റാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ രണ്ടാമത്തെ വാദവും പൊളിഞ്ഞു. മൂന്നാമത്തിലേക്ക് പോവാം. ഇവിടെയും വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇയാൾ ആരെയാണ് ഈ പൊട്ടരാക്കുന്നത്? നിയമത്തിന്റെ മുന്നിൽ ഇയാൾ കൊഞ്ഞനം കുത്തി കാണിക്കില്ല. ഇവിടെ കോടതി ഒന്നുമില്ലേ? എന്നെ പിടിച്ച് 4 പ്രാവശ്യം വെറുതെ പിടിച്ച് അകത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരാൾ അടുത്തത് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ മകനെ കേന്ദ്രത്തിൽ അയച്ചിട്ട് നെഗോസിയേഷൻ ചെയ്യുന്നു പോലും. അതിനെന്താ? ഇനി അങ്ങനെ നെഗോസിയേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വില പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അയാളുടെ കഴിവ്. അയാളുടെ സമുദായത്തിന് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള വോട്ടുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ട് എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ അത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് പറയാതെയോ സമുദായം പറഞ്ഞിട്ടോ പറയാതെയോ ഒരു നെഗോസിയേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിലെന്താ തെറ്റുള്ളത്? ഹേയ്, നമ്മളെ എന്തെങ്കിലും ആരെങ്കിലും വിമർശിക്കണമെന്ന് കരുതി എല്ലാത്തിനെയും വിമർശന ബുദ്ധിയോടുകൂടിയും കുറ്റപ്പെടുത്താനുമായി സംസാരിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം, ആർക്കെതിരെയും കുറ്റം പറയാം, അതിനൊരു ചിലവുമില്ല, അല്ലെങ്കിൽ അത് സുഗമമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഫാക്ട് വിത്ത് കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. ചുമ്മാ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രത്തിൽ പിടിപാടുണ്ടോ, കേന്ദ്രത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങളീ പറഞ്ഞ വെള്ളാപ്പള്ളി തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മോശക്കാരനാണെന്ന് ബാധിക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണ് പറയേണ്ട ആവശ്യം എന്താണ്? പിന്നെ നിങ്ങളെ 3-4 തവണ കേരള പോലീസ് പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞു, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഡിഫെൻഡ് ചെയ്യാനുള്ള, മുൻകൂർ ജാമ്യം എടുക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ സംസാരിക്കാനോ ആളില്ലാത്ത നിങ്ങളുടെ ഒരു നിസ്സഹായ അവസ്ഥ മാത്രമാണ് മിസ്റ്റർ ഹിമവൽ ഭദ്രാനന്ദ നിങ്ങൾ പറയുന്നത്. അതിനൊരിക്കലും ഇതിനൊക്കെ വെള്ളാപ്പള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ 4 കാര്യങ്ങളും ഫാക്ട് ചെക്ക് 0 ഫാക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പേരിൽ എഫ്ഐആർ ഇട്ട ചോദ്യം ചെയ്യാനുള്ള ഒരു സാമാന്യത ഇവിടുത്തെ പോലീസിനില്ലേ? ഓക്കെ, പോലീസിന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് ആ ഭാഗം നോക്കുന്നില്ല? ഓക്കെ, ഈ വെള്ളാപ്പള്ളി എന്ത് രീതിയിലാണ് മാതൃക കാണിക്കുന്നത് സമൂഹത്തിൽ? ഗുരു പറഞ്ഞതിന് നേരെ ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ ജാതിയെ ചോദിക്കും. ഇയാളുടെ കൂട്ടത്തിൽ കുപ്പി ആയിട്ട് നടന്ന ആളാണ്. കുപ്പി എണ്ണാൻ വേണ്ടി അത് നോക്കാം. ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ അല്ലേ? അത് ഇന്ന് ആരാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഈ വെള്ളാപ്പള്ളിയെ മാത്രം കുറ്റം പറയുമ്പോൾ, കുറ്റം പറയണമെങ്കിൽ പറയാം, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ആരുടെയും ജാതി ചോദിച്ചായിരുന്നു കേട്ടില്ല. മലപ്പുറത്തെ പറ്റി 2-3 പരാമർശങ്ങൾ നടത്തിയിരുന്നു. മലപ്പുറത്തുള്ള ആൾക്കാർ കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതൽ നേടിയെടുക്കുന്നെന്നും മലപ്പുറത്ത് മുസ്ലിം ജനസംഖ്യ കുറച്ച് കൂടുതലാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിലൊന്നും തെറ്റില്ല. പറഞ്ഞ രീതി വിദ്വേഷം പടർത്തിയെങ്കിൽ അത് കേൾക്കുന്ന ശ്രോതാവിൻ്റെ മാനസികാവസ്ഥയും കൂടി കണക്കിലെടുത്ത് വേണം പറയാൻ. ആൾക്കാർ പറയുമല്ലോ, ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രായം 90-നടുത്ത് പ്രായമുള്ള ഒരാൾ പറയുമ്പോൾ പലതരത്തിലുള്ള ചേഷ്ടകളും സംസാരത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളീ പറയുന്നത് പോലെ വളരെ ശാന്തമായിട്ടോ അല്ലെങ്കിൽ ഈ സ്വാമി പറയുന്നത് പോലെ ഇരുന്നു കൊണ്ട് മുഖാമുഖം നോക്കിക്കൊണ്ട് വളരെ ശാന്തമായി സംസാരിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ രാഷ്ട്രീയത്തിലൊക്കെ സമുദായത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ കണക്കിലെടുക്കണം. ഒരു 60-70 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ റിവേഴ്സ് ഏജ് ആവുമെന്നാണ് പറയുന്നത്. കുട്ടികളെ പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ 90 വയസ്സുള്ള 80-85 വയസ്സിന് മേലെ 90-ൻ്റെ അടുത്ത് പ്രായമുള്ള
വെള്ളാപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? താരാട്ട് പാട്ടോ? അദ്ദേഹം ഒരിക്കൽ എന്തുകൊണ്ടും പറയുമ്പോൾ ചിലപ്പോൾ കാർക്കശ്യമായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രകോപിതനായിക്കൊണ്ടൊക്കെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനെ ഒരിക്കലും നമുക്ക് അതൊന്നും കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ സമയമുണ്ട്. എല്ലാവരെയും കുറ്റം പറയേണ്ടി വരും. എല്ലാ നേതാക്കളെയും 60-70 വയസ്സ് കഴിഞ്ഞ എല്ലാ നേതാക്കളെയും. ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ കാര്യം എടുക്കാം. ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്നല്ല പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ബോഷ്കളാണ് പറയുന്നത്. ഇന്ന് പറഞ്ഞ കാര്യമാണ് നാളെ പറയുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഓർമ്മയില്ല, ഇന്ന് പറഞ്ഞ കാര്യം നാളെ ഓർമ്മയില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതാണ് ആ ട്രംപ്. അപ്പോൾ ട്രംപിനെ പോലെയല്ല വെള്ളാപ്പള്ളി. ഞാൻ പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഈ പ്രായത്തിൻ്റെ ആധിക്യം എങ്ങനെ വാക്കുകളിലും പ്രവൃത്തികളിലും രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ബാധിക്കുമെന്നും ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനിപ്പോൾ ഈ സ്വാമി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തോക്ക് സ്വാമിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രായം ഒരു മാനദണ്ഡമാക്കണം. ഒരു 65-70 വയസ്സ് കഴിഞ്ഞാൽ അവർ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. നമുക്കതിനോട് ചെറിയ രീതിയിലെങ്കിലും യോജിക്കാം. കാരണം പ്രായം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രായമായ ആളുകളിൽ ചില തരത്തിലുള്ള ആങ്സൈറ്റി, വിഷാദ രോഗം അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഡിപ്രഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണുന്നുണ്ട് എന്നൊക്കെ പലതരത്തിലുള്ള പഠനങ്ങൾ പറയുന്നത്. രാഷ്ട്രീയക്കാരായാലും സാമുദായിക നേതാക്കളായാലും ഒക്കെ അയാൾ വ്യക്തികളാണല്ലോ, ഇതൊക്കെ വ്യക്തികളായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ പ്രായം അവരെയൊക്കെ പലതരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഏജിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അല്ലാതെ ഒരിക്കലും ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ ഫാക്ട് ചെക്കിൽ ഈ സ്വാമി പറഞ്ഞതിന് 10 ഔട്ട് ഓഫ് 10 0 കൊടുക്കേണ്ടി വരും. ഔട്ട് ഓഫ് 10 0 ഔട്ട് ഓഫ് 10 ആണ് സ്വാമി ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇപ്പം പറഞ്ഞൊരു കാര്യം വേണമെങ്കിൽ പറയാം. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സമവാക്യങ്ങൾ, ശ്രീനാരായണ ഗുരു പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ചെറിയൊരു ക്യാൻ എഗ്രി ടു ഡിസഗ്രി എന്നേ പറയാൻ പറ്റില്ല. അതിലും വെള്ളാപ്പള്ളിയെ അടച്ച് ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നമുക്ക് പറ്റില്ല. കാരണം പിന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന്. ഓക്കെ, ഇത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള സമുദായക്കാരോടോ ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ മേത്തന്മാരോടൊന്നല്ല. ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞിട്ടുള്ളത് സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരോട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും കൂടി നമ്മൾ അതോർത്ത് കേട്ടാൽ മനസ്സിലാവും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ജാതിയുടെ പേരിൽ നിങ്ങൾ താഴ്ന്ന ജാതി, പിന്നെ ശുദ്രനെന്നും വൈശ്യനെന്നും അങ്ങനെ ഉണ്ടല്ലോ, താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ആൾക്കാരെ, പല താഴ്ന്ന ജാതികളുടെയും പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിഭാഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരിൽ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള ജാതി സമ്പ്രദായം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു മഹാനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ജാതി ചോദിക്കരുത്, പറയരുത്. അപ്പോൾ വെള്ളാശ്ശേരി അല്ല, നമ്മുടെ വെള്ളാപ്പള്ളി എല്ലായിടത്തും വന്നിട്ട് നിങ്ങളേതാ ജാതി മറ്റേതാ ജാതി എന്നൊന്നും ചോദിക്കുന്നില്ല. അദ്ദേഹം ചില ഘട്ടങ്ങളിൽ മലപ്പുറത്തിനെതിരെയും മലപ്പുറത്തുള്ള സാമുദായിക ശക്തികൾക്കെതിരെയും അവിടെ അവർ ചില കാര്യങ്ങൾ അവരുടെ ശക്തി കൊണ്ട് നേടിയെടുക്കുന്നു എന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഫാക്റ്റാണ്. അവരുടെ പ്രഷർ കൊണ്ട് അവർ 4 എന്നുള്ള ഒരു മന്ത്രിയും കൂടി കൂട്ടി 5ാമതൊരു മന്ത്രിയും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ജനസംഖ്യാ വർധനവുണ്ട് എന്ന് അവർ വാദിക്കുന്നുണ്ടെങ്കിൽ കൂടി മലപ്പുറം ഭാഗത്തുള്ള കാര്യങ്ങളിൽ, ഡെവലപ്മെൻറ്റുകളിൽ, റോഡിൻ്റെ കാര്യമായാലും ശരി, എക്സാമുകളിൽ അവിടുത്തെ കുട്ടികൾ നേടുന്ന വിജയത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതൊക്കെ ഫാക്റ്റ് വെച്ചിട്ട് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് ഒരു തെറ്റായിട്ടല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ സമുദായത്തിലെ ആൾക്കാരും നേടിയെടുക്കണം എന്നുള്ളൊരു പ്രചോദനമാകേണ്ട സംഭവമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ഫാക്ടേഴ്സും കൊണ്ടും അങ്ങനെ ആയിപ്പോയതായിരിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞ ഒരു 5ഓളം കാര്യങ്ങളിൽ ഒരു കാര്യത്തിൻ്റെ ഒരു 10-1 ഭാഗം ഫാക്ട് ചെക്കിൽ വേണമെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. ഈ ജാതി മതം ചോദിക്കരുത്, പറയരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് ഇയാൾ ഏറെക്കുറെ മാറിപ്പോയിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. നോക്കാം, 2-3 കാര്യം കൂടിയുണ്ട്. അശോകനാണ് എല്ലാ കോളേജിൽ നിന്നും പൈസ എടുത്തിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള കൈക്കൂലി മേടിച്ചിട്ട് ഇവരുടെ ഒരു രഹസ്യ ഗോഡൌണിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇഡി എന്താ ഇവരുടെ വീട്ടിൽ അന്വേഷിക്കാൻ പോകത്തില്ലേ? അശോകൻ ഇഡിക്ക് ഇവരുടെ വീടും ഇവരുടെ പരിസരവും ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല. അവർക്ക് ഇഡിക്ക് അതൊന്നും അറിയത്തില്ല. അതുപോലെ ശാശ്വതികാനന്ദ സ്വാമിയുടെ ഭരണത്തിന്റെ കാര്യം ഇവര് തന്നെ ഓർഗനൈസ് ചെയ്ത് ഇവരുടെ തന്നെ ബന്ധു
അതൊക്കെ ക്രിമിനൽ ആയിട്ടുള്ള കേസുകളിൽ നിന്നും നമുക്ക് എന്ത് അഭിപ്രായം പറയാൻ? ആദ്യം പറഞ്ഞ അശോകൻ എന്ന് പറഞ്ഞ ഏതൊരാളുണ്ട് പോലും, ഈ അശോകനാണ് ശ്രീനാരായണ കോളേജുകളിൽ നിന്നൊക്കെ, ട്രസ്റ്റിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ പൈസ ചാക്കി കെട്ടിയിട്ട് ഇവരെ ഗോഡൗണിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഇവർ ബാങ്കിലൊന്നും പൈസ ഇടില്ല പോലും. അങ്ങനെ ഇവർ പൈസ കൂട്ടി വെച്ചിട്ട് പൈസ പല ഗോഡൗണിലൊക്കെ പൂത്തി വെച്ചിട്ടുണ്ടെന്നാണ് സ്വാമി പറയുന്നത്. ഇതൊന്നും അധികമൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യപ്പാ. കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങുന്നതും മാഷ്മാർ എടുക്കുന്നതിനൊക്കെ വ്യക്തമായ റെസീറ്റും കാര്യങ്ങളും ബുക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഇത് വെച്ചിട്ട് തന്നെ ഗവൺമെൻറ്റിലേക്ക് ടാക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. പിന്നെ ട്രസ്റ്റിൻ്റെ പേരിൽ കിട്ടുന്ന ദാനമായി കിട്ടുന്ന പണം അത് എല്ലായിടത്തും ഉണ്ടല്ലോ. അത് ഈ വെള്ളാപ്പള്ളി മാത്രമാണോ ചെയ്യുന്നത് ഈ ഒരു സംഭവം? ട്രസ്റ്റിൻ്റെ പേരിൽ പൈസ മേടിക്കുന്നത് പല മതസംഘടനകളും ചെയ്യുന്നില്ലേ, പല ട്രസ്റ്റുകളും ചെയ്യുന്നില്ലേ, യത്തീംഖാനകൾ ചെയ്യുന്നില്ലേ, കോളേജുകൾ ചെയ്യുന്നില്ലേ, ട്രസ്റ്റുകൾ ചെയ്യുന്നില്ലേ, എല്ലാ സമുദായത്തിലും പിന്നെ ചർച്ചുകൾ ചെയ്യുന്നില്ലേ. ഇയാൾ ഉദ്ദേശിക്കുന്നത്, ഈ തോക്കുസ്വാമി ഉദ്ദേശിക്കുന്നത്, ഇയാൾ ഒരു കറുത്ത വസ്ത്രവും കുറേ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് വന്ന് വെള്ളാപ്പള്ളിക്കെതിരെ ഘോരഘോരം സംസാരിച്ചാൽ ഇയാൾക്ക് മറ്റെവിടുന്നോ എന്തോ ലബ്ധിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് ഇയാളുടെ ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നത്. നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടം, അതുപോലെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ സമദ്രോഹിനെ ഇപ്പൊ തന്നെ ഏതാണ്ട് 90 കഴിഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇയാൾ പോകുന്നത്. അതിവിടെ പ്ലേ ചെയ്യാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം, ED, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ വന്നിട്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വന്നിട്ട് റെയ്ഡ് ചെയ്യാനോ? ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഈ ED വന്നിട്ട് നാട്ടിലുള്ള കേരളത്തിലുള്ള എക്സാമ്പിൾ പറയാം, കേരളത്തിലുള്ള എല്ലാ ട്രസ്റ്റായിട്ട് നടത്തുന്ന ചർച്ചുകളിലും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കയറി നിരങ്ങേണ്ടി വരില്ലേ ഇയാൾ പറയുന്ന രീതിയിലാണെങ്കിൽ? വെള്ളാപ്പള്ളി ഒരാൾ മാത്രമാണോ ട്രസ്റ്റ് നടത്തുന്നത്? വെള്ളാപ്പള്ളി ഒരാൾ മാത്രമാണോ കോളേജ് നടത്തുന്നത്? ഒരിക്കലും അല്ല. ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും അയാൾ നടത്തുന്ന കാര്യങ്ങളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം, കുറ്റം ഉന്നയിക്കാം. പക്ഷെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അയാളെ തേജോവധം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിൽ വളരെ മാന്യതയുടെ വിഷയമുണ്ട്. ഒരിക്കലും അത് പ്രാക്ടിക്കലായിട്ട് സമൂഹം അതിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയും ഇങ്ങനത്തെ വാക്കുകൾ, ഉറപ്പാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരു തരത്തിലും ആർക്കും ഗുണം ചെയ്യില്ല, ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. വരെ പുതുപ്പിച്ചടക്കുകയാണ്. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലന് പോലും എടുക്കാൻ വേണ്ടെന്നാ പറയണേ. അവിടെ സീനാവും കൊണ്ടുപോയാ ഇയാൾക്കെതിരെ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കണം. വെള്ളാപ്പള്ളിയുടെ കാര്യം, ഈ തോക്കുസ്വാമിയുടെ ഏറ്റവും വലിയ മോശം, അല്ലെങ്കിൽ ഈ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഇയാൾ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരണം, സമൂഹത്തിൽ എന്തെങ്കിലും നന്മ വരണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ഒരു 90 വയസ്സുള്ള അയാളെ അവഹേളിക്കുന്ന രീതിയിൽ, ബലിക്കാക്ക പോലും വേണ്ട, അദ്ദേഹം സമയമായിട്ട് എന്താ മരിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ തോക്കുസ്വാമി പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ ഒരു പ്രായത്തെ ബഹുമാനിക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണ്. അതെന്തോ ആയിക്കോട്ടെ, ആ പ്രായത്തിലുള്ള ആൾ അൺലെസ് ആൻഡ് അൺടിൽ അദ്ദേഹം നിങ്ങളുടെ നേരെ കയ്യുമായിട്ട് അടിക്കാൻ വന്നാൽ മാത്രം വേണമെങ്കിൽ ഞങ്ങൾക്ക് തടയാം, അല്ലെങ്കിൽ ഒരു അടി കൊണ്ടാലും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അത്രയും ആ പ്രായത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ സമയമായിട്ട് എന്താ ഇയാൾ മരിക്കാത്തത്, അല്ലെങ്കിൽ ഈ പ്രായമായില്ലേ ഇയാൾ എന്താ ബലിക്കാക്കൊക്കെ വേണ്ട എന്നുള്ള അങ്ങനത്തെ രീതിയിലേക്കൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. കാരണം അൺലെസ് ആൻഡ് അൺടിൽ അയാൾ സമൂഹത്തിനൊരു ഉപദ്രവം ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യമുള്ള, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കത് കേൾക്കാം, നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇതിലോട്ട് കേട്ട് ഇതിലോട്ട് വിടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിൽ നന്മ എടുക്കാം, തിന്മയെ വെട്ടിക്കളയാം. അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു സാമുദായികപരമായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റി ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ ഒരു സാമുദായിക ലീഡർ അദ്ദേഹം പറയുന്നത് മൊത്തം റോങ് ആണ്, അദ്ദേഹം എന്താ മരിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് നടക്കാനുള്ള ആ രീതിയിലുള്ളൊരു സംസ്കാരമല്ല കേരളത്തിൻ്റെ സംസ്കാരം. അദ്ദേഹം തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അൺലെസ് ആൻഡ് അൺടിൽ അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസവും
നിങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും വിടുവേല ചെയ്യാനോ സേവ ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരാൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെള്ളാപ്പള്ളി നടേശനായിക്കോട്ടെ, ചർച്ചിലെ ബിഷപ്പായിക്കോട്ടെ, PC ജോർജ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നമ്മൾ ചിലപ്പോൾ പറയും. അയാളെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അയാൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനോട് നമുക്ക് ഉള്ള വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം. അല്ലാതെ അയാളെന്താ ചാവാത്തത്, അയാളെന്താ മരിക്കാത്തത്, ബലിക്കാക്കൊക്കെ അയാളെ വേണ്ടല്ലോ എന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നത് ഒരിക്കലും സമൂഹത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കും ആ സൊസൈറ്റിയെ ഉൾക്കൊള്ളുന്ന അതിലെ ആൾക്കാർക്കും ഒരിക്കലും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ പ്രായമുള്ള എല്ലാവർക്കും അതിൻ്റെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു 65-70 വയസ്സിന് ശേഷം അവർ റിവേഴ്സ് ഏജിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണന തന്നെ ഒരു 70 വയസ്സിന് മേലെയുള്ള ഒരാൾക്കും എന്നൊരു ബോധ്യം കൂടി നമ്മുടെ സൊസൈറ്റിക്ക് വേണം. അല്ലാതെ പ്രായമുള്ള ആൾക്കാരൊക്കെ അവർ വായി തോന്നുന്നത് പറയുന്നു, അല്ലെങ്കിൽ അവരൊക്കെ നോൺസെൻസാണ് സംസാരിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്താനും നമ്മൾ പാടില്ല. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.